നമസ്കാരം. നമസ്കാരം. ഞാൻ നവകേരള ന്യൂസ് ചാനലിലെ മാന്യ ഡയറക്ടറും ചീഫ് എഡിറ്ററുമാണ്. ഓക്കെ. സാറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുമാണ് ഈ ഇൻ്റർവ്യൂ. സാറിൻ്റെ ഇപ്പോഴത്തെ പ്രൊഫഷണലും പിന്നെ അതുപോലെ തന്നെ പഴയ ജീവിതകാലവും അന്ന് പഠിച്ച സ്കൂളും ഈ സ്ഥലവും ഈ സ്കൂളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് രാജുവിനും അറിയാമല്ലോ, നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലം മുഴുവൻ ചിലവഴിച്ചത് ഇവിടെയാണ്. പിന്നെ ഒരു കണക്കിന് എനിക്ക് വരയ്ക്കാനുള്ള ഒരു ഭാഗ്യവും വരയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടായതൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ സ്കൂളിൽ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇങ്ങനെ അതിലൂടെയൊക്കെയാണ് ഞാൻ ഈ ആർട്ടിലേക്കൊരു നമ്മൾ കടന്നു വന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വരയ്ക്കുക, അല്ലെ അതിലൂടെ തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ കൊണ്ടാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാൻസിൽ ചേർന്ന് പഠിച്ചത്. 5 കൊല്ലത്തെ പഠിത്തം കഴിഞ്ഞ് ആ ഫീൽഡിലേക്ക് വന്നത്. ഇപ്പോഴും ജീവിതത്തിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ മൈൻഡ് മുഴുവൻ ഈ ആർട്ടിലേക്ക് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കാരണം ചുറ്റും കാണുന്ന എല്ലാം വരയ്ക്കുക എന്നുള്ള ഒരു എനിക്കറിയത്തില്ല, മനസ്സിൻ്റെ ഒരു വലിയ സന്തോഷവും അത് ദിവസവും ചെയ്യാറുമുണ്ട്. താങ്കൾ ഈ പഠനത്തിന് ശേഷം ആർട്ട് മേഖലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഏത് രീതിയിൽ പൊസിഷനിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ ഈ പെയിന്റിങ് എന്നുള്ള സബ്ജക്റ്റാണ് കോളേജിലെടുത്ത് മെയിനായിട്ട് പഠിച്ചത്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പെയിന്റിങ് കൊണ്ട് മാത്രം നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ പരസ്യകലയിലേക്ക് അന്ന് ഒരുപാട് ഏജൻസികളുണ്ട്, വലിയ വലിയ പരസ്യങ്ങളെല്ലാം ഏജൻസികൾ വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ അന്ന് കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം നമ്മൾ കൈകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഫീൽഡിൽ കൂടെ ഞാൻ കുറേ കാലം വർക്ക് ചെയ്ത് അതിൽ കൂടെ തന്നെ മുന്നോട്ട് പോയത്. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകേണ്ടി വന്നു. ബോംബെയിൽ പോയി കുറേ കാലം വർക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ സൗദി അറേബ്യ, UAE, ദുബായ്, അബുദാബിയൊക്കെ ജോലി ചെയ്ത് ഒരു 10-20 വർഷം ജീവിതത്തിൽ അങ്ങനെ കടന്നുപോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഈ പഠിപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു മേഖലയിലേക്ക് ഒരു അധ്യാപകനായിട്ട് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി. അപ്പോൾ അവിടുത്തെ കുട്ടികളെല്ലാം ഈ ഗ്രാഫിക് ഡിസൈൻ, മൾട്ടിമീഡിയ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ അറിവും കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വില്ലേജ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് വലിയ സ്കൂൾ, അതിനകത്ത് കുട്ടികൾക്ക് അത് ചെറിയ പ്രായം തൊട്ട് വലിയ 12+2 വരെയുള്ള കുട്ടികൾക്കും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഓരോ തലങ്ങളിൽ ഇപ്പം വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതെല്ലാം തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളെങ്കിൽ പോലും അവർ ഉൾക്കൊള്ളുന്ന പല രീതിയിലാണ്. ചെറിയ കുട്ടികളെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും സന്തോഷമൊക്കെ നിറങ്ങൾ വെക്കുന്നതും ഒക്കെ ഡിഫറെൻ്റ്. വലിയ കുട്ടികൾ അവരുടെ ഒരു മേഖലയിലേക്ക് ആർട്ടിനെ ഉപയോഗിക്കുന്നു, കുട്ടികൾ അങ്ങനെയല്ല, അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഈ അല്ലാത്ത പടങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഈ ചുറ്റുമുള്ള പ്രകൃതിയും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം. അപ്പം പലതുകൊണ്ടും നമ്മളൊരു മേഖല തിരഞ്ഞെടുത്താൽ അതിനകത്തോട്ട് നമുക്ക് പരമാവധി നമ്മുടെ മൈൻഡ് നമുക്ക് സംതൃപ്തി നൽകുന്ന ഉറപ്പുള്ള ഒരു മേഖലയിലേക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാൽ പിന്നെ അതിനകത്തൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ എഴുതാറുണ്ട്, കഥകൾ എഴുതാറുണ്ട്, കവിതകൾ എഴുതാറുണ്ട്. എഴുതാനും വലിയ താല്പര്യം. അങ്ങനെ എഴുത്തും വരപ്പും ഒക്കെ ആയിട്ട് ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മളൊരു കയ്യെഴുത്ത മാസിക ഒന്നിച്ച് നടത്തിയിരുന്നത്, തരംഗം എന്ന പേരുള്ള? അതിനെപ്പറ്റി എന്താണ് ഓർമ്മയുണ്ടോ? അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എത്ര പേരെ കണ്ടു കാണും? ഒന്ന് നമ്മളിൽ സ്ഥിരം ഒരു പരിപാടിയായിരുന്നു തരംഗം, ഒരു കയ്യെഴുത്ത് മാസിക. നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്, നമ്മൾ കടയിലേക്ക് കൊണ്ടുവിടുമായിരുന്നത്. അല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഈ കയ്യെഴുത്ത് മാസികയ്ക്കൊക്കെ അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു, ഇന്നത്തെ കണക്കല്ല. അപ്പോൾ അത് നമ്മളെന്ത് ആവേശം, എന്താ പറയുന്നത്, അത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ആ സാധനം ഉണ്ടാക്കിയത്. അതിൽ നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ കഥകൾ എഴുതുക, അത് നമ്മൾ നല്ല കയ്യക്ഷരത്തിൽ അത് നല്ല വൃത്തിയായിട്ട് എഴുതി ഓരോ പേജിനും വേണ്ട ഇലസ്ട്രേഷൻ, ആ കഥാപാത്രങ്ങൾ പറ്റിയൊക്കെ ഞാനിരുന്ന് എത്ര ദിവസം പണിയാ അതൊക്കെ. പക്ഷെ അത് നമ്മളൊരു അവിടെ നമ്മുടെ ക്ലബിലൊക്കെ കൊണ്ടിടുമ്പോഴാണ് നമുക്ക് ആൾക്കാർ വായിച്ചിട്ട് കാലഘട്ടത്തിൽ ഓർമ്മയിൽ ഇഷ്ടമാണ്, എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ ചോദിച്ചു വാങ്ങിക്കുക, വലിയൊരു സന്തോഷമുള്ളത്. പക്ഷെ അപ്പൊ അതൊക്കെ ഇപ്പോഴും വേണേൽ കുട്ടികൾക്ക് കയ്യെഴുത്ത് മാസികയൊക്കെ നല്ലതാണ്. എല്ലാം ഈ വായനാശീലം വളർത്താനൊക്കെ ഈ കൊച്ചുങ്ങളെ കൊണ്ട് തന്നെ അത് എഴുതിക്കുകയും അവരെ കൊണ്ട് വരപ്പിക്കുകയും ഒക്കെ സ്കൂളിലൊക്കെ ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
സത്യം പറഞ്ഞാൽ വളരെയേറെ പിള്ളേർ ഇതിനൊക്കെ കടന്നു വരും. ഇപ്പോൾ വായനാശീലം പൊതുവെ കുറവാണ്. അപ്പോൾ അതൊക്കെ ആക്കിയെടുത്തെങ്കിൽ മാത്രമേ ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുകളേ ഇല്ല. എന്താണ് താങ്കളുടെ ഭാവി പരിപാടികൾ ഈ ജന്മനാട്ടിൽ വന്നതിന് ശേഷമുള്ളത്? അല്ല, നമ്മളിപ്പം പുറത്തും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ജോലി ചെയ്തെങ്കിലും നമ്മുടെ മനസ്സിനൊരു അറിയാമല്ലോ, നമ്മുടെ മനസ്സിനൊരു വളരെ സന്തോഷം തരുന്നതാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്, നമ്മൾ നടന്ന വഴികൾ, നമ്മൾ പഠിച്ച സ്കൂള്. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെല്ലാം ചിത്രകല പഠിപ്പിക്കണമെന്നും അവരെ ആ മേഖലയിൽ എന്തെല്ലാം എന്നെ കൊണ്ട് അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമെന്ന് അതൊന്ന് ചെയ്യണമെന്നൊക്കെ വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇനിയുള്ള കുറച്ചുകൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടന്നു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾക്ക് അതിന് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. അതുപോലെ തന്നെ നവകേരളയ്ക്ക് വേണ്ടി ഇത്രയും സമയം താങ്കളുടെ വിലപ്പെട്ട സമയം തന്ന നവകേരളയുടെ നന്ദി താങ്കളെ അറിയിക്കുകയും ചെയ്യുന്നു. നമസ്കാരം രാജു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നെ എന്നെ ഇത്ര ഒരു രാവിലെ അമ്പലത്തിൽ വന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. വളരെ നന്ദിയുണ്ട്.